ഒരു വശത്ത് ഇതുപോലെ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി ഇടപാടുകൾ തകൃതിയായി നടക്കുമ്പോൾ കൊച്ചി നഗരത്തിലും ലഹരി സംഘങ്ങൾ പിടിമുറുക്കുന്നുണ്ട്. എറണാകുളത്ത് വൻ ലഹരി വേട്ടയാണ് നടന്നത്. കാക്കനാട് അത്താണിയിലെ ഹോട്ടലിൽ നിന്ന് 203 ഗ്രാം MDMA പിടികൂടി. ചേരാനല്ലൂർ സ്വദേശി അമൽ ജോർജിനെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ അമൽ ജോർജ് ലഹരിയുടെ പ്രധാനപ്പെട്ട ഇടപാടുകാരനാണ്. ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചായിരുന്നോ ഇവരുടെ ലഹരി വിൽപ്പന? പ്രധാനമായും യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ലഹരി വിൽപ്പനയായിരുന്നു ഈ അമൽ ജോർജ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കുറച്ച് ദിവസങ്ങളായി അമൽ പോലീസിന്റെ ഡാൻസ് ഓഫിന്റെ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അമലിന് ഇത്തരത്തിൽ MDMA വിതരണമുണ്ട്, ലഹരി വിൽപ്പന ഉണ്ടെന്ന് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. അപ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം കാത്തിരുന്നതും. കഴിഞ്ഞ 2 തവണയും ലഹരി കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ വ്യക്തി കൂടിയാണ് അമലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 203 ഗ്രാം MDMA ആണ് പിടികൂടുമ്പോൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത്. ഇയാൾ ചേരാനല്ലൂർ സ്വദേശിയാണ്. കാക്കനാട് അത്താണിയിലാണ് ഒരു ഫ്ലാറ്റിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇവിടെയാണ് പ്രധാനമായും ലഹരികൾ എത്തിക്കുകയും അവിടെ നിന്നും ഓരോ ആളുകൾക്ക് ആവശ്യക്കാർക്ക് കൈമാറുന്നതൊക്കെ ഈ ഫ്ലാറ്റിൽ വെച്ചാണെന്ന വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഫ്ലാറ്റിലടക്കം പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുവാനും ഉള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇയാൾ മാത്രമാണോ, ഇയാൾക്ക് ഒപ്പം സുഹൃത്തുക്കൾക്ക് ആർക്കൊക്കെയാണ് വിതരണം നൽകുന്നത്, ഒപ്പം ഇതിൽ മറ്റ് ആർക്കെങ്കിലും പങ്കുണ്ടോ, സുഹൃത്തുക്കളുമൊക്കെ ഇതിൻ്റെ ക്യാരിയർമാരായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും പുരോഗമിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി ഈ അമല് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കൃത്യമായി തന്നെ MDMA കൂടി തന്നെയാണ് ഇന്ന് രാവിലെ കാക്കനാട്ടത്തെ ഒരു ഹോട്ടലിൽ നിന്നും അമലിനെ പിടികൂടിയത്. എങ്ങനെയാണ് നവമി, എങ്ങനെയാണ് ഇയാൾ ലഹരി ഇവിടേക്ക് എത്തിച്ചിരുന്നത്? പിന്നെ ഇയാളുടെ ഈ ഇടപാടുകൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു? കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ആർക്കൊക്കെയാണ് അമൽ MDMA വിതരണം ചെയ്യുന്നത്, ആരിൽ നിന്നാണ് അമൽ ഇത് വാങ്ങുന്നത്, ഇതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. പ്രധാനമായും ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ലഹരി എത്തുന്നതെന്ന മൊഴി ഇതിനോടകം തന്നെ അമൽ പോലീസിന് നൽകിയിട്ടുണ്ട്. അമൽ നേരിട്ട് പോയി ലഹരി ശേഖരിക്കാറുണ്ട്, വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വഴി എത്തിക്കാറുണ്ട്, കാക്കനാട്ടത്തെ ഫ്ലാറ്റിലൊക്കെ കൊണ്ട് എത്തിക്കാറുണ്ടെന്നൊക്കെ മൊഴി നൽകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളുടെ പങ്ക് ആരൊക്കെയാണ്, സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് ഹോട്ടൽ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.